കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഒരു മുസ്ലിം പണ്ഡിതന്റെ അദ്ദേഹം വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ക്രൈസ്തവരെ ആകമാനം ഇസ്ലാമാക്കി മാറ്റുവാൻ താമസം വിന കഴിയും എന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് അവരാണ് ലോകത്തിലെ രക്ഷകർ എന്നും ആ രക്ഷകരിലേക്ക് എല്ലാവരും വന്നുപെട്ടാൽ മാത്രമേ രക്ഷപ്പെടുവാൻ സാധിക്കൂ എന്നുമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം പേർ ഇസ്ലാമിലേക്ക് വന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് തിന്മയൊന്നുമല്ല. അവർ ശരിക്കും ഒരു നല്ലൊരു കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ വിശ്വസിക്കുന്ന മതത്തിന്റെ ഉള്ളിൽ രക്ഷയ്ക്കുള്ള യാതൊന്നുമില്ല എന്നുള്ള സത്യാവസ്ഥ പാപം അവർക്ക് അറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും ഖേദകരം. ശിക്ഷ എന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനെ അംഗീകരിക്കുവാനും അതുപോലെ തന്നെ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കുവാനും കഴിയാതിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും മതത്തിനു വേണ്ടി ആരെങ്കിലും ചാകുവാൻ താല്പര്യം കാണിക്കുന്നു എങ്കിലും തീവ്രവാദ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ പുറകിലും വാസ്തവത്തിൽ അവർക്ക് ജനത്തോടുള്ള വല്ലാത്ത അല്ലെങ്കിൽ അടങ്ങാത്ത അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ആഗ്രഹമാണ് എന്നതിന് സംശയമൊന്നും വേണ്ട. അത്തരത്തിലൊരു ആഗ്രഹം അവരിലേക്ക് കടത്തുവാൻ കഴിഞ്ഞു എന്നതാണ് ചെകുത്താന്റെ വിജയം എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. A lot of Christians are leaving their faith, especially the young generation. The churches are emptying out. The Pew Research Center has shown that in the last 10 years, 28% of people have left the church and became atheists or agnostic. They're not anymore impressed by the dogma that someone 2,000 years ago was crucified for their sins. They're searching for something that's more meaningful, that's consistent with science and consistent with the principles that we know today. Islam is the answer for them. And we are jumping on the opportunities that as these churches empty out, instead of spending larger amounts of money to build our masjids, we are buying these churches. We bought 3 churches so far, converted them to masjids, and now we have one we are buying with a school to make it, because we have to serve the same people. The people who were part of that community, one day they will be Muslims. So we'll make it into a masjid and an Islamic school for our children and their children, inshallah. 100 years ago, they invaded the Muslim world and they built missionary schools and destroyed Islamic schools and masjids. Today, we bring the favor back, turn their churches into masjids and their schools into Islamic schools, bring the light of Islam to here. We're able to buy ready-to-go institutions that have been there for a long time, but they emptied out. And now it is time to be filled with Muslims, with reverts, converts. This is an election year, but we're not going to be happy with either candidate. We have to be happy when Islam becomes the best candidate for us. I ask Allah subhanahu wa ta'ala to give Islam the victory in this country, in our hearts, in our families, in our nation. നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ സഭ വിട്ടുപോകുന്നു, അവർ നിരീശ്വരവാദത്തിലേക്കോ അജ്ഞേയവാദത്തിലേക്കോ പോകുന്നു എന്നും അവർ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഇദ്ദേഹത്തിന്റെ വാദം. അതിലൂടെ അനേകം സഭകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നും അങ്ങനെയുള്ള പല സഭകളും ഇന്ന്
ഇസ്ലാം വാങ്ങിച്ചിരിക്കുന്നു എന്നും നമ്മൾ പൈസ ചിലവാക്കി വലിയ മോസ്കുകൾ വയ്ക്കുന്നതിന് പകരം ക്രൈസ്തവ ദൈവാലയങ്ങൾ വാങ്ങിച്ചാൽ മതിയെന്നും അതിലുള്ള ജനങ്ങളെ അടക്കം നമുക്ക് ഇസ്ലാമാക്കാൻ കഴിയും എന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യാശ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പണ്ട് ഇസ്ലാമുകളെ പീഡിപ്പിച്ച് അവരുടെ സ്ഥലങ്ങൾ കൊള്ളയടിച്ചു എന്നും അതുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾ നമുക്കിപ്പോൾ തിരിച്ചു വാങ്ങുവാൻ കഴിയുന്നു എന്നും ഒക്കെയുള്ള ഒരു ചിന്തകളാണ് അദ്ദേഹം മുന്നിലേക്ക് വെക്കുന്നത്. ചില രാജ്യങ്ങളിലേക്ക് ഇവകൾ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിലും താമസിയാതെ ഇവകൾ സംഭവിക്കും എന്നതും ഒരു വസ്തുത തന്നെയാണ്. ആ വസ്തുതകളെയൊന്നും മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇവകൾക്ക് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ വിലയിരുത്തുവാൻ തയ്യാറാകണം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന ഒരു ചോദ്യം. അതൊരു നിസ്സാരമായ ചോദ്യമല്ല, അത് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യം തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ജനത്തെ ചേർക്കുവാൻ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നും താൻ മടങ്ങി വരുന്ന സമയം ഭൂമിയിൽ വിശ്വാസം നിലനിൽക്കുമോ എന്നുമുള്ള ഒരു ചോദ്യമാണ് കർത്താവ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങളുമുണ്ട്. കാരണം ഈ മുഴുവൻ ലോകവും ഇന്ന് പിശാചിന്റെ അധീനതയിൽ കിടക്കുകയാണ്. പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തെ അതിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരുവാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ലോകത്തിൽ നിന്ന് മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ മാത്രമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ്. അപ്പോൾ എന്തുകൊണ്ട് ലോകത്തെ ആകമാനം വീണ്ടെടുക്കാനാവില്ല എന്ന് ചോദിച്ചാൽ അതിനൊരുപാട് മറുപടികളുണ്ട്. പ്രധാനപ്പെട്ട മറുപടി, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ദാറ്റ് മീൻസ് അവന് ചിന്തിക്കാനും തിരഞ്ഞെടുക്കുവാനും എല്ലാറ്റിനുമുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട്. അവിടെ എങ്ങും ദൈവം കൈകടത്തുന്നില്ല എന്നതാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠത. മനുഷ്യന്റെ പ്രൈവസി അല്ലെങ്കിൽ അവന്റെ സ്വകാര്യത പൂർണ്ണമായും അവൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും അവിടെ എങ്ങും ദൈവം കൈവയ്ക്കുന്നില്ല എന്നുള്ളതുമാണ് യഹോവയായ ദൈവത്തിന്റെ പ്രത്യേകത. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം ഇവിടെ ഒരു മതം സ്ഥാപിക്കുവാൻ ആയിരുന്നില്ല. മുഹമ്മദ് നബിയുടെ വരവ് ഒരു മതം സ്ഥാപിക്കുവാൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മാനവകുലത്തിന്റെ രക്ഷകനായിരിക്കുന്ന ദൈവപുത്രനെ കരിപുരട്ടുക, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ ജനത്തിന് ലഭ്യമാകുന്നതിനെ തടസ്സം ചെയ്യുക, അവകൾ തന്നെയായിരുന്നു ചെകുത്താന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ചെകുത്താൻ എടുത്തുപയോഗിച്ച ഒരു കഥാപാത്രം തന്നെയാണ് മുഹമ്മദ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് യഹോവയായ ദൈവത്തിന്റെ സ്വന്തം കൈകളാൽ എഴുതപ്പെട്ട നിയമഗ്രന്ഥങ്ങൾ അടങ്ങിയ യഹൂദന്റെ തനക്കടക്കം അവകളിൽ നിന്ന് പുറത്തേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഇഞ്ചിയിലായാലും അതിനോട് ചേർന്നിട്ടുള്ള ലേഖന ഭാഗങ്ങളായാലും അവകളെയെല്ലാം മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവകളുടെ വില കുറച്ച് കാണിക്കുക, കർത്താവായ യേശുക്രിസ്തുവിനെ വെറും ഒരു പ്രവാചകനാക്കി താഴ്ത്തിക്കെട്ടുക, ഇതൊക്കെയായിരുന്നു നബിയുടെ ഉദ്ദേശം. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലോകമാസകലം ചെകുത്താന്റെ പിടിയിൽ കീഴിൽ കിടക്കുകയാണ്. അപ്പൊ ചെകുത്താൻ മനുഷ്യരിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിത്യാദി 3 ഇടപാടുകളാണ്. ജഡത്തെ സുഖിപ്പിക്കുന്ന ജഡമോഹവും കണ്ണിനെ സുഖിപ്പിക്കുന്ന കൺമോഹവും ജീവനത്തിന്റെ പ്രതാപം, അധികാരം പിടിക്കുന്ന ജീവനത്തിന്റെ പ്രതാപവും, അതിനോട് ചേർന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 3 വഴികളിലൂടെ ചെകുത്താൻ ലോകത്തെ ആകമാനം അവന്റെ കൈകളിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ് മുഹമ്മദിലൂടെ വന്നിരിക്കുന്ന സൈന്യം എന്ന് പറയുന്നത്. അത് ചെകുത്താൻ തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവിക പദ്ധതിയെ നശിപ്പിക്കുക എന്നതിന് പിശാച് വച്ചിരിക്കുന്ന വലിയ പദ്ധതിയാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇവ ലോകത്തിൽ നിന്നാകുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ മേലുദ്ധരിച്ച മുഹമ്മദീയ മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവനത്തിന്റെ പ്രതാപത്തിനും അധികം സ്ഥാനം കൊടുത്തിട്ടുമുണ്ട്. സ്വർഗത്തിൽ പോലും ചെല്ലുമ്പോൾ ലൈംഗികത ആസ്വദിക്കാനുള്ള സൗകര്യം ഓഫർ ചെയ്യുന്ന
മറ്റൊരു മതവും ലോകത്തിലില്ല എന്നുള്ളതിൽ നിന്നും മുഹമ്മദിൽ നിന്നുണ്ടായിരിക്കുന്ന മതത്തിന്റെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അതുപോലെ സ്വർഗത്തിൽ മധ്യ പുഴകൾ ഒഴുകുന്നു എന്നതാണ് പരാമർശവും. അതിനുവേണ്ടി തന്നെയാണ് ഇവകളെല്ലാം ഓഫർ ചെയ്യുന്ന ഒരു സ്വർഗം. അപ്പോൾ അത് കാത്തിരിക്കുന്ന ജനത്തിന്റെ മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാകും. ശരിക്കും ആന്റണിയുടെ ഭാഷയിൽ പൈശാചികമായ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനത്തിന് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നും എന്നതിന് ഇരുപക്ഷമില്ല. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ഞാൻ ആ ഭാഗങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഹൻ പറയുന്നത്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വന്ന കർത്താവ്. അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി പ്രസന്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും ഇന്ന് മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതവുമായിട്ട് ഇരിക്കുന്നതും ഇനി നമ്മെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിനെ കൃത്യമായി ഗ്രഹിക്കുന്നതിനും ആ ക്രിസ്തുവിനെ അടുത്ത തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും ക്രൈസ്തവ സഭകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക പണ്ഡിതൻ ഒരു പ്രത്യാശ വയ്ക്കാനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. ക്രൈസ്തവ ജനത എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുന്ന വർഗമാണല്ലോ. ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെടുവാൻ അവർക്ക് യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷകനായി വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. പക്ഷേ ക്രിസ്തീയ ജീവിതം മുമ്പിലേക്ക് നടത്തുവാൻ അതുമാത്രം പോരാ. ക്രിസ്തീയ ജീവിതം മുൻപിലേക്ക് നടത്തുവാൻ അവന് നിർബന്ധമായും വേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും എന്നാണ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ പുതിയ തലമുറ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ മുതിരുന്നില്ല എന്നതാണ് ഗൗരവമേറിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇന്ന് ക്രൈസ്തവ കൈരളിയിൽ ജനം ആഗ്രഹിക്കുന്നത് തൽക്കാല വിടുതലുകളാണ്, ഭൗതികമാകുന്ന സൗഖ്യങ്ങളാണ്. ഇവകളൊന്നും യേശുക്രിസ്തു ഓഫർ ചെയ്തിട്ടുള്ളതേ അല്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പുതിയ ഉപദേശിമാരോടൊക്കെ കച്ചവട ജിമിക്ക് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഭൗതികമായ നന്മകൾ ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവതയിൽ മാത്രം നിൽക്കണമെന്ന് നിർബന്ധമില്ല. മറ്റെവിടേക്കൊഴുകിയാലും ഭൗതികതകൾ ജനത്തിന് ലഭ്യമാകും എന്ന കാരണത്താലാണ് പുത്തൻ തലമുറകൾ മറ്റിതര മതങ്ങളിലേക്ക് ഒഴുകുന്നത്. പിൽക്കാലത്ത് അവർക്ക് ബോധ്യമായി ഭൗതികത കൈവശമാക്കുവാനും ഈ ഭൂമിയിൽ സുന്ദരമായി ജീവിക്കുവാനും ഒന്നും ദൈവത്തിന്റെ ആവശ്യമില്ല എന്നവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണ് അവർ അത്തരത്തിൽ നിരീശ്വരവാദത്തിലേക്കും അജ്ഞേയവാദത്തിലേക്കും, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലെന്ന വാദത്തിലേക്കും ജനം ഇറങ്ങിപ്പോകുന്നത്. നാം ഇവിടെ അറിയാതെ മറക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തു ഇവിടേക്ക് ഇറങ്ങി വന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും സൗഭാഗ്യം തരുവാൻ വേണ്ടി ആയിരുന്നില്ല. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടുന്ന ആവശ്യവുമില്ല. പിന്നെ എന്തിനാ യേശു ഭൂമിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, മാനവകുലം ഈ ഭൂമിയിൽ ഏറിമറിഞ്ഞാൽ 100 അല്ലെങ്കിൽ 120 കൊല്ലമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവൻ ഈ ഭൂമി വിടേണ്ടതായി വരും. ഇവിടം വിട്ടുകഴിഞ്ഞാൽ അവൻ ചെല്ലേണ്ടുന്ന സ്ഥലം അവൻ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. 1, അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കണം. 2, അവനെ ഒരു രാജ്യത്ത് പ്രസന്റ് ചെയ്യണം. ഇത് 2 കാര്യങ്ങളും കൃത്യമായി ഉറപ്പിച്ചനന്തരമാണ് മനുഷ്യന്റെ മരണത്തിന്റെ ശിക്ഷ സ്വന്തം ചുമലിൽ ഏറിക്കൊണ്ട് കാൽവരി ക്രൂശിൽ കയറി മരിച്ച് പാപത്തിന്റെ ശമ്പളം അവസാനിപ്പിച്ച് മാനവകുലത്തിന് മുഴുവൻ നിത്യജീവൻ ഗിഫ്റ്റായിട്ട് നൽകി, ഫ്രീ ഗിഫ്റ്റായിട്ട് നൽകി. അതാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 6:23 പൗലോസ് ലേഖൻ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണം, ദ വേജസ് ഓഫ് ദ സിൻ ഇസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹതപ്പെട്ടത് മരണമായിരുന്നു. ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ ദൈവം സമ്മാനമായി നൽകുന്നത് യേശുക്രിസ്തുവിലൂടെ നിത്യജീവനാണ്. അപ്പോൾ ആ നിത്യജീവൻ നമുക്ക് അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. നിത്യജീവൻ പരാജയപ്പെടുത്തുന്നതിന് പകരം, മരണത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുന്നതിന് പകരം, ജനത്തിന് ഭൗതികതയുടെ കൂടുതൽ ആസക്തികൾ പകരുവാനും
ഭൗതികത എവിടെ പോയാൽ ഉണ്ടാക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുവാനും തുടങ്ങി. ശപിക്കപ്പെട്ട ക്രൈസ്തവ ജനത എന്നത് മറക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഉലകത്തിൽ ഭൗതികതയുടെ അതിപ്രസരം എന്നിലേക്ക് ഒഴുക്കിത്തരണേ എന്നാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് പോകാതെ ഈ ദുഷ്ടലോകത്തിൽ തന്നെ കേമമുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തുവാൻ ആരംഭിച്ചെടുത്താണ് നമ്മുടെ പതനം. ആ പതനമാണ് ഇപ്പോൾ പല പള്ളികളും പൂട്ടപ്പെട്ടിരിക്കുന്നതും പല പള്ളികളും വിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോയിരിക്കുന്നതും ഒക്കെ. അങ്ങനെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന അവസരത്തിലാണ് സാത്താന്യ പള്ളിക്കാരും അതുപോലെ തന്നെ ഇസ്ലാമികളും ഞങ്ങളുടെ അടുക്കലേക്ക് വരൂ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. ഈ സാത്താന്റെ പള്ളിക്കാരായാലും മുഹമ്മദീയരായാലും മുൻപിലേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട ഓഫറുകൾ ലഹരി ഉപയോഗങ്ങളും വ്യഭിചാരവുമാണ്. ഇതിന് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഇടമുണ്ടെന്ന വിശദീകരണം കൂടി നൽകുമ്പോൾ പാപം യുവതലമുറകൾ വഴിതെറ്റിപ്പോകുന്നതിൽ അതിശയിക്കേണ്ടുന്നതില്ല. ഇവിടെ ക്രൈസ്തവരാകുന്ന ദൈവജനത്തിന്റെ പ്രശ്നം നമ്മളിൽ അധികം പേരും രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ അവരുടെ മക്കളായി ജനിച്ചു വളർന്നുപോയി എന്ന നിലയിൽ സഭയിൽ ഏതെങ്കിലും ഒരു സ്നാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളും സ്നാനമെടുക്കുന്നു. അത് കഴിഞ്ഞ് കർത്തൃമേശയായി, പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകനായി, പിന്നെ യുവജന സംഘടനയുടെ നേതാവായി, പിന്നെ പാസ്റ്ററായി അല്ലെങ്കിൽ പാസ്റ്ററുടെ ഭാര്യയായി, ഇങ്ങനെ മുൻപിലേക്ക് പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും രക്ഷിക്കപ്പെടൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, രക്ഷിക്കപ്പെടൽ സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന ആരാധനയിൽ കൈയിട്ടടിച്ചും കൈ ഉയർത്തിയും താഴ്ത്തിയും ഡാൻസ് കളിച്ചുമൊക്കെ ജനം മുമ്പിലേക്ക് പോവുകയാണ്. ദൗർഭാഗ്യവശാൽ ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനം ശക്തി ലഭിക്കുന്നില്ല. ശക്തി ലഭിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാലുള്ള ശക്തി പ്രാപിക്കാതെ ഈ ലോകത്തെ ജയിക്കാൻ നമുക്ക് ആർക്കും ആവില്ല സുഹൃത്തുക്കളെ. അങ്ങനെ ആവാതെ പോയാൽ നമ്മളും നമ്മുടെ തലമുറകളും ഈ ലോകത്തിലേക്ക് തന്നെ വീണുപോകും, ഈ ലോകത്തിൽ പിഴച്ചു പോകും, ഈ ലോകത്തോടൊപ്പം നരകത്തിലേക്ക് പോകുമെന്ന വസ്തുത തിരിച്ചറിയണം. അതുകൊണ്ട് ഈ മതപുരോഹിതൻ പറയുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം പിശാചിന്റെ ആഗ്രഹത്തിന്റെ ഒരു മാനുഷിക പതിപ്പാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഗൗരവമായി ക്രൈസ്തവ ജനത തിരിച്ചറിയണം. നമ്മുടെ സഭകൾ പൂട്ടാൻ കൊടുക്കില്ലെന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുന്നവർ ചുരുക്കമായിരിക്കുമെന്ന്, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ അനേകർ ശ്രമിക്കും, കുറച്ചുപേർക്കേ കഴിയൂ എന്ന് തിരുവഴുത്ത് അടിവരയിട്ട് സംസാരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടവുമായി നമുക്കിവിടെ നിന്ന് നിത്യതയ്ക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. കൂടെ ഓട്ടം ആരംഭിച്ചവർ പലരും വിട്ടേച്ചു പോയേക്കാം. കൂടെ മാനസാന്തരത്തിലേക്ക് ഇറങ്ങി വന്നവർ വഴിയിൽ വെച്ച് പതറിപ്പോയേക്കാം. വിശ്വാസ ജീവിതം ആരംഭിച്ചവർ, ചിലപ്പോൾ കുടുംബജീവിതം ആരംഭിച്ചവർ പോലും വഴിയിൽ പതറിപ്പോയേക്കാം. അവിടെങ്ങും പതറാതെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെങ്കിൽ അങ്ങനെ സഹിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതാണ് പാട്ടുകാരൻ പറയുന്നത്, കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം വീരപൂമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം. ഒരുപാട് പേർ വീണ്, ഒരുപാട് പേർ പരാജയപ്പെട്ട ഒരു പാതയിലൂടെയാണ് ഞാനും നിങ്ങളും ഓടുന്നതെന്ന് മറന്നു പോകരുത്. അതിന്റെ ഏറ്റവും മുൻപിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തു അക്കരെ ചെന്ന് നിന്നിട്ട് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ജയിക്കുവാൻ തയ്യാറാകാം. പിശാചും അവന്റെ കിങ്കരന്മാരും അവരുടെ കൂടെ ആളെ കൂട്ടുവാൻ അതീവ ജാഗ്രതയോടെ ശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളും നിത്യതയ്ക്കെത്തുവാൻ കരുതലോടെ ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.